ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാളെയുടെ മാലാഖമാർ ആകേണ്ടവരാണ് കണ്ണിൽ ചോരയില്ലാത്ത വിധത്തിൽ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. നമ്മുടെയൊക്കെ മക്കൾ പല രൂപത്തിലുള്ള പല നാടുകളിൽ കലാലയങ്ങളിൽ പഠിക്കുന്നവരാണ്. നമ്മളും ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് നമുക്ക് കിട്ടാത്ത അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഒരുപാട് ബുദ്ധിമുട്ടി. സാമ്പത്തിക ബുദ്ധിമുട്ട്, മക്കൾ അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ സഹിച്ച് നമ്മൾ മക്കൾക്കൊരു ഭാവി ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ സഹിക്കുന്നത്. മക്കളെ കലാലയത്തിലേക്ക് അയക്കുമ്പോൾ മക്കള് 24-ാം നിലയിൽ നിന്ന് ആരെങ്കിലും തള്ളി താഴെ ഇടണമെന്നോ അതല്ലെങ്കിൽ 7-8 ദിവസത്തോളം ക്രൂരമായി അവരെ വിചാരണ ചെയ്ത് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മരിച്ച് ചേതനയേറ്റ ശരീരം വാങ്ങണമെന്നോ അതല്ലെങ്കിൽ കുത്തി കൊടലെടുത്ത് തിരിച്ചു കിട്ടിയ അഭിമന്യുവിനെ പോലെ അങ്ങനെയൊന്നുമല്ല ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അതിക്രൂരമായി ഇപ്പോഴിതാ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന സൈക്കോകളായി മാറിയിരിക്കുകയാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ. ഇവരെങ്ങനെയാണ് ജൂനിയർ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചത് എന്ന വിവരം അറിഞ്ഞാൽ ആരും ഞെട്ടിപ്പോകും. ഇവർ നാളെ പഠിച്ച് ഏതു മേഖലയിലാണ് വരേണ്ടത് എന്നുകൂടി ഓർക്കണം. നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. കട്ടിലിൽ ബലമായി കിടത്തിയിട്ടു എന്നിട്ട് കയ്യും കാലും തോർത്തുകൊണ്ട് വരിഞ്ഞു കിട്ടുന്നു. ശരീരമാസകളും ലോഷൻ ഒഴിക്കുന്നു. തുടർന്ന് ദേഹത്ത് കയറിയിരുന്ന ശരീരം മുഴുവൻ വരഞ്ഞ് മുറിവേൽപ്പിക്കുന്നു. വേദനിച്ച് കരഞ്ഞ ആളുകളുടെ വായിലേക്ക് ലോഷൻ ഒഴിച്ചു കൊടുക്കുന്നു. ശബ്ദം പുറത്തു വന്നാൽ വീണ്ടും ക്രൂരമായി മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥികൾ തങ്ങൾ നേരിടേണ്ടി വന്ന കൊടിയ പീഡനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് കേട്ട പോലീസ് ഉദ്യോഗസ്ഥർ പോലും തല മരവിച്ച് സ്റ്റില്ലായി നിന്നുപോയി എന്നാണ് പറയുന്നത്. ഒരു കാലത്തെ ക്യാമ്പസിനെ അടക്കി വാണ റാഗിംഗ് ക്രൂരന്മാർ തിരിച്ചു വരികയാണ്. സിനിമകളിലെ സൈക്കോ വില്ലന്മാർ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ ജൂനിയർ വിദ്യാർത്ഥികളോട് കാണിക്കാൻ പ്രതികൾക്ക് ഒരു മടിയും ഉണ്ടാകുന്നില്ല. പണത്തിന് വേണ്ടിയാണ് ക്രൂരത ആരംഭിച്ചത്. ശനിയാഴ്ചകളിൽ സീനിയേഴ്സിനെ മദ്യപിക്കാൻ ജൂനിയർ വിദ്യാർത്ഥികൾ പണം നൽകണം. 800 രൂപയാണ് ജൂനിയേഴ്സ് നൽകേണ്ടുന്ന ആഴ്ചപ്പടി. ഈ ക്രൂരത പരിധി വിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് എത്തിയത്. രാത്രികാലങ്ങളിലാണ് മർദ്ദനങ്ങളും ക്രൂരതകളും അരങ്ങേറിയത്. നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഡംബൽ കെട്ടിത്തൂക്കുന്നു. ശരീരത്ത് സൂചി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുന്നു. മുഖത്ത് തേക്കുന്ന ക്രീം വായിലൊഴിക്കുന്നു. തുടങ്ങിയ ഒരുപാട് ക്രൂരതകളുടെ ദൃശ്യങ്ങളാണ് ഗാന്ധിനഗർ പോലീസിന് ലഭിച്ചത്. ഇത്തരം ക്രൂരതകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിക്കുകയും അവരെ ഭയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ബഹുമാനം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് സീനിയേഴ്സ് കഴുത്തിൽ കത്തിവെക്കാൻ മടിക്കുന്നില്ല. കഴുത്ത് ഇല്ലാതാക്കുമെന്നായിരുന്നു, ഉടലും തലയും വേർപെടുത്തുമെന്നായിരുന്നു ഭീഷണി. നമ്മൾ കണ്ടതാണ് മിഹിർ എന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ടോയ്ലറ്റ് വരെ നക്കിപ്പിക്കുകയും ടോയ്ലറ്റിലേക്ക് മുഖമമർത്തി ഫ്ലഷ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം ആ കുട്ടിയുടെ ജീവനെടുത്ത റാഗിംഗ് ഭീകരത നമ്മൾ കണ്ടതാണ്. അതേസമയം റാഗിങ്ങിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കോളേജ് ഹോസ്റ്റലിലെ കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താനായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. തുടർച്ചയായി 3 മാസത്തിലധികം വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയായിട്ടും ഹോസ്റ്റൽ അധികൃതരോ അധ്യാപകരോ ഒന്നും അറിഞ്ഞില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോഴും ഇതൊക്കെ ദുരൂഹതകളാണ്. കോളേജിന്റെ പ്രിൻസിപ്പൽ തന്നെയാണ് ഹോസ്റ്റൽ വാർഡൻ. അസിസ്റ്റന്റ് വാർഡനായ മറ്റൊരു അധ്യാപകനാണ് ഹോസ്റ്റലിന്റെ പൂർണ്ണ ചുമതലയുള്ളത്. വളരെ കുറച്ച് കുട്ടികൾ മാത്രമുള്ള ഹോസ്റ്റലിൽ സ്ഥിരമായി മദ്യമടക്കം എത്തിച്ചിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല എന്നത് പോലീസിന്റെ സംശയം കൂട്ടുകയാണ്. സീനിയർ വിദ്യാർത്ഥികളെ പേടിച്ചിട്ടാണ് ഇതുവരെ ഒന്നും പുറത്തു പറയാതിരുന്നത് എന്നാണ് പരാതിക്കാരായ വിദ്യാർത്ഥികൾ നൽകിയ മൊഴി. കോളേജിലെ മറ്റ് വിദ്യാർത്ഥികൾ ആരെങ്കിലും ക്രൂരമായ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണിപ്പോൾ. നിലവിൽ കേസെടുത്തതും പ്രതികൾ റിമാൻഡിലായതും കണക്കിലെടുത്തത് കൂടുതൽ വിദ്യാർത്ഥികൾ റാഗിംഗ് സംബന്ധിച്ച് തുറന്നു പറയും എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിലാണ് കോളേജും ഹോസ്റ്റലും കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരുന്നത്. ഹോസ്റ്റലിലെ അസിസ്റ്റന്റ് വാർഡനായ അധ്യാപകനെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. 5 പ്രതികളുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പരാതിക്കാരായ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളുള്ള ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. പ്രതികൾ 1ാം വർഷ വിദ്യാർത്ഥികളിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം വാങ്ങിയതിന്റെ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. നിലവിൽ റിമാൻഡിനുള്ള പ്രതികളെ ആവശ്യമെങ്കിൽ മാത്രമേ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങൂ. അതേസമയം ഉയർന്നു വന്ന പരാതികൾ അന്വേഷിക്കാനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് 5 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. അതിവേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ ക്രൂരതകളാണ് കുട്ടികളോട് കാണിച്ചുവെന്ന് കുട്ടികൾ തന്നെ തുറന്നു പറയുന്നത്. ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹമസകലം ലോഷൻ പുരട്ടിയ ശേഷം ഡിവൈഡർ കൊണ്ട് കുത്തിമുറിവേൽപ്പിക്കുന്നു. വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് സീനിയർ വിദ്യാർത്ഥികൾ അട്ടഹസിച്ച് ചിരിക്കുന്നതും വീഡിയോയിലുണ്ട്. റാഗിങ്ങിനിടയിൽ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പിന്നീട് കാണാനും മറ്റു കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നതിനും വേണ്ടി അവർ തന്നെ പകർത്തിയെടുത്തതാണ് ഈ ദൃശ്യങ്ങളൊക്കെ.
ശരീരം മുഴുവനും ലോഷൻ പുരട്ടിയ നിലയിൽ തോർത്തുകൊണ്ട് കൈകാലുകൾ കെട്ടിയിട്ട നിലയിലാണ് ജൂനിയർ വിദ്യാർത്ഥി കട്ടിലിൽ കിടക്കുന്നത് ഈ വിഷ്വലിൽ. അതിനെ തുടർന്ന് സീനിയർ വിദ്യാർത്ഥിയുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ട്. 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് എല്ലായിടത്തും ഡിവൈഡർ കൊണ്ട് കുത്തുന്നത്. ജൂനിയർ വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിക്കുമ്പോഴാണ് പ്രതികൾ അട്ടഹസിക്കുന്നത്. സെക്സി ബോഡി എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വിദ്യാർത്ഥി കരഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു കൊടുക്കുന്നു. ദൃശ്യങ്ങളിലുണ്ടതെല്ലാം. ഇതിനിടയിൽ കണ്ണെരിയുന്നുണ്ടെങ്കിൽ കണ്ണടച്ചോ എന്നും സീനിയർ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ജൂനിയർ വിദ്യാർത്ഥിയുടെ സ്വകാര്യ ഭാഗത്ത് ഡംബലുകൾ അടുക്കി വെക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇതിന് പിന്നാലെയാണ് ഞാൻ വട്ടം വരയ്ക്കാം എന്ന് പറഞ്ഞ് പ്രതികളിൽ ഒരാൾ ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. ഡിവൈഡർ ഉപയോഗിച്ച വയറിന്റെ ഭാഗത്താണ് മുറിവേൽപ്പിച്ചത്. മതിയേട്ട വേദനിക്കുന്നു എന്ന് ജൂനിയർ വിദ്യാർത്ഥി കരഞ്ഞു പറഞ്ഞിട്ടും സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരത അവസാനിപ്പിക്കുന്നില്ല. വിദ്യാർത്ഥിയെ ഉപദ്രവിച്ച് അട്ടഹസിക്കുന്നത് ഇവർ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗിംഗ് ചെയ്തതിന് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 5 സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നഴ്സിംഗ് കോളേജിലെ ജനറൽ നഴ്സിംഗ് സീനിയർ വിദ്യാർത്ഥികളായ കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺസൺ 20-കാരൻ, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് 22-കാരൻ, വയനാട് നടവയൽ സ്വദേശി ജീവ 18, മലപ്പുറം സ്വദേശി മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി റിജിൽ ജിത്ത് 20-കാരൻ, കോട്ടയം കുര്യത്തോട് സ്വദേശി വിവേക് 21-കാരൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ 5 പ്രതികളെയും റിമാൻഡ് ചെയ്തിരുന്നു. കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ പ്രതികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. പീഡനത്തിനിരയായ വിദ്യാർത്ഥികളും ഒന്നിച്ച് പ്രതികളായ വിദ്യാർത്ഥികൾ മദ്യപിച്ചിരുന്നു. മൊബൈലിൽ ചിത്രീകരിച്ച മദ്യപാന രംഗങ്ങൾ അധികൃതരെ കാണിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് മാസങ്ങൾക്ക് മുമ്പ് പീഡനം തുടങ്ങുന്നത്. പ്രതികളുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം. നിലവിളി പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ മുറിയിൽ ഉച്ചത്തിൽ പാട്ടും വയ്ക്കും. എല്ലാ ആഴ്ചകളിലും 800 രൂപ വീതം കിട്ടണം. ഇതൊക്കെ ഇവരൊക്കെ നാളെ പഠിച്ച് എവിടെയാണ് എത്തേണ്ടത് എന്നുകൂടി ആലോചിക്കണം. ഇപ്പോ ഈ പ്രധാന പ്രതിയുടെ സംഘടനാ ബന്ധവും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോ KGSNA എന്ന സംഘടനയുടെ ഭാരവാഹി ഇടതനുകൂല സംഘടനയാണ്. തിങ്കളാഴ്ച പ്രതികൾ 2000 രൂപ ആവശ്യപ്പെട്ടു. അത് കിട്ടാത്തതിനെ തുടർന്നാണ് ക്രൂരമായ മർദ്ദനം ഇവർ അഴിച്ചുവിട്ടത്. ഇതോടുകൂടിയാണ് ഇരയായ വിദ്യാർത്ഥി നിവൃത്തിയില്ലാതെ വീട്ടിൽ ഇത് അറിയിക്കേണ്ടി വന്നത്. എന്തായിരുന്നാലും ഈ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ 1-ാം വർഷ GNM വിദ്യാർത്ഥികളെ റാങ്ക് ചെയ്ത 5 സീനിയർ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. സംഭവം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ലിനി ജോസഫ് പറഞ്ഞതാണിതെല്ലാം. റാഗിംഗ് നടന്നതായിട്ട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിച്ചു എന്നവർ പറയുന്നു. ഇരയായ കുട്ടിയുടെ രക്ഷകർത്താവ് ക്ലാസ് ടീച്ചറോട് ചൊവ്വാഴ്ച രാവിലെ വിളിച്ച് പറയുമ്പോഴാണ് റാഗിംഗ് വിവരം കോളേജിൽ അറിയുന്നത്. ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പലിനെയും മറ്റ് അധ്യാപകരെയും അറിയിക്കുന്നു. പരാതി പറഞ്ഞ വിദ്യാർത്ഥിയെയും സഹവിദ്യാർത്ഥികളെയും വിളിച്ചു വരുത്തി വിവരങ്ങൾ തിരക്കി. കോളേജ് അധ്യാപകരുടെ യോഗം വിളിച്ചു. അടിയന്തര PTA യോഗവും ചേർന്നു. വിദ്യാർത്ഥികൾ പീഡന വിവരങ്ങൾ എഴുതി കൊടുത്തതിനെ തുടർന്ന് പരാതി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്കും SP ഓഫീസിലേക്കും കൈമാറുകയായിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്ന് പ്രിൻസിപ്പൽ ഇൻചാർജർ അറിയിച്ചു. ഇപ്പോ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പോ KGSNA എന്ന സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 5 വിദ്യാർത്ഥികളെയും ഫെബ്രുവരി 11-ാം തീയതി പുറത്താക്കിയതായിട്ടാണ് അറിയുന്നത്. റാഗിങ്ങിന് വിധേയരായ വിദ്യാർത്ഥികൾക്ക് നിയമപരമായും സംഘടനാപരമായും പൂർണ്ണ പിന്തുണ നൽകുമെന്നും KGSNA സംസ്ഥാന പ്രസിഡന്റ് അശ്വതി അജയൻ അറിയിച്ചിട്ടുണ്ട്.